തിരുവചന പ്രദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ തിരുവചനം രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 21-ാം അധ്യായം 2-ാം വാക്യമാണ്. ആഹാബ് നാബോത്തിനോട്, നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് ചീരത്തോട്ടമാക്കുവാൻ തരേണം, അതിന് പകരം ഞാൻ അതിനേക്കാൾ വിശേഷമായൊരു മുന്തിരിത്തോട്ടം നിനക്ക് തരാം, അല്ല എങ്കിൽ അതിൻ്റെ വില നിനക്ക് പണമായിട്ട് തരാം. അതിന് നാബോത്തിന്റെ മറുപടി, എൻ്റെ പിതാക്കന്മാരുടെ അവകാശം നിനക്ക് തരുവാൻ യഹോവ സംഗതി വരുത്തരുതേ എന്ന് പറഞ്ഞു. രാജാവായ ആഹാബിന്റെ ആവശ്യം നിവർത്തിച്ചു കൊടുക്കാത്തത് കൊണ്ട് ആഹാബിന് നാബോത്തിനോട് വൈരാഗ്യമുണ്ടായി. അവൻ ദുഃഖത്തോടെ ഭക്ഷണം വെടിഞ്ഞ് കട്ടിലിൽ മുഖം തിരിച്ചു കിടന്നപ്പോൾ അവന്റെ ഭാര്യയായ ഈസബേൽ അടുത്തിയെന്ന്, നീ ഇന്ന് ഇസ്രയേലിൽ രാജ്യഭാരം വഹിക്കുന്നുവോ? എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുക, നിന്റെ മുഖം തെളിയട്ടെ, നാബോത്തിന്റെ മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരുമെന്ന് പറഞ്ഞു. ആഹാബിന്റെ ദുഷ്പ്രവർത്തികൾക്ക് ആക്കം കൂട്ടത്തക്ക നിലയിൽ അഹങ്കാരത്തോടെ ഈസബേൽ പറഞ്ഞ വാക്കുകൾ നിവർത്തിക്കുവാൻ നീചമായ മാർഗമാണ് അവൾ സ്വീകരിച്ചത്. ആഹാബ് രാജാവ് എന്ന നിലയിൽ വലിയ സമ്പത്തിന്റെ ഉടമയാണ്. മറ്റൊരാളുടെ അവകാശത്തിൽ കണ്ണുവെച്ച് ദുർമോഹത്തോടെ പ്രവർത്തിച്ചതിന്റെ ഫലമായി നാബോത്തിനെതിരെ കള്ളസാക്ഷികളെ ഉണ്ടാക്കുകയും അവനെ പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലുകയും ചെയ്തു. അങ്ങനെ ആഹാബിന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തു. ആഹാബിന്റെ ദുർമോഹവും ഈസബേലിന്റെ ദുഷ്ടതയും ഒത്തുചേർന്നപ്പോൾ സ്വസ്ഥമായും സമാധാനമായും ജീവിച്ച നാബോത്തിനെ വകവരുത്തുവാൻ നിഷ്പ്രയാസം സാധിച്ചു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നുവെന്ന് യാക്കോബ് 1:5 പറഞ്ഞിരിക്കുന്നത് പോലെ പലരുടെയും ഉള്ളിൽ ഉരുത്തിരിയുന്ന മോഹങ്ങൾ കൊടും പാപമായി മാറുന്നു. നിരപരാധികളായ പലരുടെയും മരണത്തിനത് കാരണമായിത്തീരുന്നു. മനുഷ്യരിൽ പാപം പ്രവേശിച്ചതും പിശാച് ഹവ്വയെ വശീകരിച്ച് അവളുടെ ഉള്ളിൽ ദുർമോഹം നൽകിയതിനാലാണ്. കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നീ 3 തീയമ്പുകളാണ് പിശാച് ഹവ്വയിൽ പ്രയോഗിച്ചത്. വിലക്കപ്പെട്ട പഴം കാൺമാൻ ഭംഗിയുള്ളതും തിന്മാൻ രുചിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവുമെന്ന് കണ്ട് മോഹിച്ച് പഴം പറിച്ചു തിന്നു, ആദമിനും കൊടുത്തു. ഇങ്ങനെ ഇരുവരും ദൈവസന്നിധിയിൽ പാപികളായി. മോഹിക്കരുത് എന്ന കൽപ്പന ദൈവം നൽകിയിട്ടുള്ളതാണ്. ആഖാൻ സ്വർണ്ണക്കെട്ടി കണ്ട് മോഹിച്ച് എടുത്തു. ആഹാബും ഈസബേലും നാബോത്തിന്റെ പിതൃസ്വത്തവകാശം തട്ടിയെടുക്കുവാൻ ഹീനമാർഗം ഉപയോഗിച്ചു. തൽഫലമായി ആഹാബും ഈസബേലും ദാരുണമായി കൊല്ലപ്പെട്ടു. അവരുടെ വേണ്ടാതനം അവരുടെ തലയിലേക്ക് തന്നെ തിരിഞ്ഞു. യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുവാൻ തന്നെത്താൻ വിറ്റുകളഞ്ഞ ആഹാബിനെ പോലെ മറ്റാരും ഉണ്ടായിട്ടില്ല. ഏലിയാവ് ആഹാബിന്റെ ഗ്രഹത്തിന് അനർത്ഥം വരുത്തുമെന്ന് പ്രവചിച്ചു പറഞ്ഞു. ന്യായവിധിയുടെ വാക്കുകൾ കേട്ട് ഭയന്നുപോയ ആഹാബ് തന്നെത്താൻ താഴ്ത്തി രട്ടെടുത്ത് ഉപവസിച്ചതുകൊണ്ട് അവന്റെ കാലത്ത് അനർത്ഥം വരുത്താതെ അവന്റെ മകന്റെ കാലത്ത് അനർത്ഥം വരുത്തുമെന്ന് അരുളി ചെയ്തു. എന്നാൽ ഈസബേലിനുള്ള ന്യായവിധി ഉടനെ തന്നെ നൽകി. നാബോത്തിന്റെ രക്തം നായ്ക്കൾ നക്കിയ അതേ സ്ഥാനത്ത് ഈസബേലിന്റെ രക്തവും നായ്ക്കൾ നക്കുമെന്ന് ഏലിയാവ് പറഞ്ഞതനുസരിച്ച് സംഭവിച്ചു. ദൈവത്തിന്റെ വചനങ്ങൾ ഒന്നും നിഷ്ഫലമായി പോയിട്ടില്ല എന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. മുന്തിരിത്തോട്ടം ചീരത്തോട്ടമാക്കണമെന്ന് ആഹാബ് ചിന്തിച്ചത് തന്നെ വില കുറഞ്ഞ തീരുമാനമായിരുന്നു. മുന്തിരിയും ചീരയുമായി തുലനം ചെയ്താൽ ഏത് കാലത്തും വിലയുള്ളതും ഗുണമേറിയതും മുന്തിരിയാണെന്ന് അവർക്കും അറിയാം. ഇന്നും മനുഷ്യൻ വിലയേറിയതിനെ തള്ളി വില കുറഞ്ഞ ഭൗതിക കാര്യങ്ങളുടെ പിന്നാലെ പരക്കം പായുകയാണ്. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ ആരും അഭക്തരായി തീരരുത് എന്ന് ബൈബിൾ മുന്നറിയിപ്പ് നൽകുന്നു. ഏശാവ് അനുഗ്രഹത്തിനു വേണ്ടി കേണപേക്ഷിച്ചുവെങ്കിലും അതിനവസരം ലഭിച്ചില്ല. ഏദോമ്യർ എന്ന ഏശാവിന്റെ കുലം പോലും അവശേഷിക്കാതെ നശിച്ചുപോയി. ഏശാവിന്റെ പ്രവൃത്തി നിമിത്തം അവർ ദൈവത്താൽ ദ്വേഷിക്കപ്പെട്ടവരായി തീർന്നു. എന്നാൽ ദൈവം യാക്കോബിനെ സ്നേഹിച്ചു. യാക്കോബിൽ തെറ്റുകൾ ഉണ്ടായിരുന്നെങ്കിലും അവൻ ദൈവസന്നിധിയിൽ തന്റെ തെറ്റുകൾ സമ്മതിക്കുകയും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് മടങ്ങി വരികയും ചെയ്തു. യാക്കോബിന്റെ സന്തതി പരമ്പരകളായി ഇസ്രയേൽ ഇന്നും ഭൂമിയുടെ മുഖത്ത് അജേയമായി വാഴുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി എത്രയോ ശ്രേഷ്ഠം. നിസ്സാരമായവയ്ക്ക് വേണ്ടി ശ്രേഷ്ഠമായ സ്വർഗീയ അവകാശങ്ങളെ ത്യജിച്ചു കളയാതെ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്ന കർത്താവിനെ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി എന്നുള്ള നിലയിൽ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവിനായി ഹൃദയം സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ദൈവത്തിങ്കിലേക്ക് തിരിയാം. കർത്താവായ യേശുക്രിസ്തുവിൽ കൂടിയുള്ള ആത്മരക്ഷ സ്വന്തമാക്കി സ്വർഗീയമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമയം ചെലവഴിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആഹാബിനെ പോലെ മുന്തിരിത്തോട്ടം ചീരത്തോട്ടമാക്കുവാൻ ശ്രമിക്കുന്നവർ ദൈവദിനത്തിന്റെ ആത്മീയ സന്തോഷം കെടുത്തുകളയുന്നവരും ദൈവശിക്ഷയ്ക്ക് യോഗ്യരുമെന്നറിയുക. തങ്ങളുടെ പാപങ്ങളെ മറയ്ക്കുന്നവർക്ക് ശുഭം വരികയില്ല, എന്നാൽ അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ആത്മീയമായ ചിന്ത
ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിക്കുന്നത് പോലെ, ആകയാൽ നിങ്ങളുടെ ഭൂമിയിലുള്ള അവയവങ്ങളെ മരിപ്പിക്കുവീൻ, ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ. നമ്മുടെ കർത്താവായ യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് നമുക്കായി സ്വർഗത്തിൽ ജീവിക്കുന്നു. നമ്മുടെ ചിന്ത സ്വർഗീയമായി തീരട്ടെ. ഈ ഭൂമിയിലുള്ള ചിന്തകൾ അവസാനിപ്പിച്ച് നിസ്സാരമായവയ്ക്ക് വേണ്ടി നമ്മുടെ സമയം നഷ്ടപ്പെടുത്താതെ ദൈവമഹത്വത്തിനായി സ്വർഗീയ പ്രത്യാശയോടെ ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് അവിടുന്ന് നൽകിയിട്ടുള്ള ശ്രേഷ്ഠമായ ആ സ്വർഗീയമായ പ്രത്യാശയ്ക്കായി സ്തോത്രം. അനേകർ ലൗകികമായ കാര്യങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ സമയവും പണവും ചെലവഴിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടുതൽ ആത്മരക്ഷ കണ്ടെത്തിയവരായി സ്വർഗീയ പ്രത്യാശയോടെ ജീവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കുന്നത് കൊണ്ട് സ്തോത്രം. കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.